अज्ञानी मन एक ऐसी रात है जहाँ न कोई चांद है न एक तारे हैं। नमस्कार दोस्तों, आप सभी को കോക്കനട്ട് ലേഡി ചാനൽ पर സ്വാഗതം है। നമസ്കാരം കൂട്ടുകാരെ, എല്ലാവരോടും ആദ്യം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോയിൽ വരുന്നത്. കാരണം വേറൊന്നുമല്ല, വെക്കേഷന് നാട്ടിൽ പോയതാണ്. ഞാൻ വെക്കേഷൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ മാത്രം അപ്ലോഡ് ചെയ്തിരുന്നു. അതിനുശേഷം സമയം കിട്ടാഞ്ഞതുകൊണ്ടാണ്. എൻ്റെ വ്യൂവേഴ്സ് എന്നോട് ക്ഷമിക്കണം. ഞാൻ വീണ്ടും ബാക്ക് ടു ദ പ്ലേസ് ആണ്, വർക്കാണ്. സോ നമുക്ക് നമ്മുടെ വീഡിയോസ് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ സെക്ഷൻ തുടങ്ങിയാലോ? നമ്മൾ ശരിക്കും നിർത്തിയത് എവിടെയായിരുന്നു? ഒരു 8 കോൺവെർസേഷൻ നമ്മൾ തീർത്തു അല്ലേ? ഇനി ഒരു 2 കോൺവെർസേഷൻ, 10 കോൺവെർസേഷൻ എന്നായിരുന്നു ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്. സോ ഇറ്റ് ഈസ് ദ 9th സെക്ഷൻ. ये 9वां सेक्शन है. 9वां सेक्शन में मैंने एक टॉपिक यानी एक विषय ऐसे चूज़ किया है, ऐसे चुना है जो आप सभी को बहुत ही उपकार करेगा, उपकारित होगा. तो ये क्या है, ये देखते हैं. ഇതെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം എവിടെ ചെന്നാലും നമുക്കൊരു ഹെൽപ്പ് ചോദിക്കേണ്ടി വരുന്നത് സാധാരണയായിട്ടുള്ള കാര്യമാണല്ലേ? कहीं भी जाएं हम, किसी से भी कुछ भी छोटे मोटे या कैसे भी हो, मदद तो पूछना ही पड़ता है जहाँ हम जाते हैं. कभी हर दिन, कभी एक ही दिन नहीं, कभी हमें मदद की आवश्यकता तो होती ही है. तो आज हम ऐसी बातें पढ़ेंगे जिससे हम किसी से भी मदद पूछ सकते हैं. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അങ്ങനത്തെ ഒരു കോൺവെർസേഷനാണ്. എന്താണ്, അത്യാവശ്യം ആരെങ്കിലും കണ്ട് നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ഒരു ഹെൽപ്പ് ചോദിക്കേണ്ടി വന്നാൽ എന്തൊക്കെയായിരിക്കും നമ്മൾ ഹെൽപ്പ് ചോദിക്കേണ്ടി വരുന്ന ഒരു ടോപ്പിക്സ്, മെയിനായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അതെന്തൊക്കെയാണ്, എങ്ങനെ നമുക്കൊരു ഹെൽപ്പ് ചോദിക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ആദ്യമായിട്ട് എന്താണ്, അഗർ ഹമേ കിസി സേ കുച്ച് ഹെൽപ്പ് പൂച്ച്നാ ഹെ, അതായത് ഹെൽപ്പ് ചോദിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ ചോദിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ ഹെൽപ്പിന് എന്താണ് പറയുന്നത്? കുറച്ച് വേർഡ്സും അതുപോലെ ഫ്രേസസും നമുക്ക് ആദ്യം നോക്കാം. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഹെൽപ്പ് കെ ലിയെ ക്യാ ബോൾത്തെ ഹെ? വോ ഹെ മദത്. ഹെൽപ്പിന് നമ്മൾ എന്താണ് പറയേണ്ടത്? മദത്. ഇപ്പോൾ ഒരു ഹെൽപ്പ് വേണം, മുझे एक മദത് ചാഹിയേ. എങ്ങനെ ചോദിക്കും? എനിക്കൊരു ഹെൽപ്പ് വേണം എന്ന് എങ്ങനെ പറയും? മുझे एक മദത് ചാഹിയേ. മദത് എന്നുള്ളതാണ് ഹെൽപ്പിൻ്റെ ഹിന്ദി വേർഡ്. അപ്പോൾ എനിക്കൊരു ഹെൽപ്പ് വേണം എന്നെങ്ങനെ ചോദിക്കാം? മുझे एक മദത് ചാഹിയേ. ക്യാ ആപ് മേരി മദത് കരോഗേ? നിങ്ങൾക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ക്യാ ആപ് മേരി മദത് കരോഗേ? ഓക്കെ, ഇതാണ് കോമൺ ആയിട്ട് നമുക്ക് ഹെൽപ്പ് ചോദിക്കേണ്ട ഒരു ഫ്രേസ്. ഇനി നമുക്ക് ഇന്ന കാര്യം ആണ് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരേണ്ട, ഒരു ഹെൽപ്പായിട്ട് നിങ്ങൾ ചെയ്തു തരേണ്ട ഇന്നതാണ്. ഇങ്ങനെ ഒരു വഴി ചോദിക്കേണ്ടി വരാം, അല്ലെങ്കിൽ ഒരു അഡ്രസ്സ് പറഞ്ഞു തരാമോ? ഇതൊക്കെ ആയിരിക്കും നമുക്ക് മെയിനായിട്ട് ഹെൽപ്പ് ആയിട്ട് വരേണ്ടി വരുന്ന, ഒരിടത്ത് പോയി കഴിഞ്ഞാലൊക്കെ നമുക്ക് മെയിനായിട്ട് ചോദിക്കേണ്ടി വരുന്ന ഈ കാര്യങ്ങളൊക്കെ. അതായത് ക്യാ ആപ് മുझे ये रास्ता बता सकते हो? क्या आप मुझे ബസ് സ്റ്റോപ്പ് की ओर की रास्ता बता सकते हो? बस स्टॉप की ओर, അതായത് ബസ് സ്റ്റോപ്പിലേക്കുള്ള വഴി പറഞ്ഞു തരാമോ? क्या आप मुझे बस स्टॉप तक छोड़ सकते हो? നിങ്ങൾക്ക് എന്നെ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ട് വിടാൻ പറ്റുമോ? അല്ലേ? ഇനി നമുക്ക് എന്തെങ്കിലും ചേഞ്ചാണ് വേണ്ടത്, എന്തെങ്കിലും ചില്ലറയൊക്കെ കിട്ടണം. ആരോടെങ്കിലും ഇപ്പോൾ കടയിലാണെങ്കിലും നമുക്ക് പോയിട്ട് വെച്ച് ചേഞ്ച് ചോദിക്കണം. നമ്മൾ പോകുന്ന ബസ്സിലാണെന്ന് വെച്ചോ, ബസ്സിൽ നമുക്ക് ചില്ലറയായിട്ട് തന്നെ കൊടുക്കണം. അപ്പോൾ അവരോട് ഒരു കടയിൽ ചെന്നിട്ട് भैया क्या आप मेरी मदद कर सकते हो? അപ്പോൾ അവർ बोलिए क्या करना है, क्या हुआ എന്ന് ചോദിക്കും. എന്താ പറ്റിയേ പറയൂ എന്നാണ്. അപ്പം നമ്മൾ എന്താ വേണ്ടത്? നമുക്ക് ചേഞ്ച് വേണം. അപ്പോൾ എങ്ങനെ ചോദിക്കും? भैया क्या आप मुझे 500 के छुट्टे दे सकते हो? भैया क्या मुझे आप 500 के छुट्टे दे सकते हो? 500ൻ്റെ ഒരു ചേഞ്ച് തരാൻ പറ്റുമോ എന്ന് നമുക്ക് ചോദിക്കാം. അപ്പം ഇങ്ങനെ ഇൻ കേസ് നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടിയതിന് ശേഷം നമ്മൾ അവരോട് എന്ത് പറയണം? बहुत बहुत धन्यवाद भैया, नहीं तो बहुत बहुत धन्यवाद मैडम. कोई भी, അതൊരു ലേഡി ആണെങ്കിൽ മാഡം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ധന്യവാദ് ഭയ്യ അല്ലെ ദീദി, എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സംബോധന ചെയ്യാം. ഇനി അതിന് ശേഷം നമുക്ക് എന്ത് പറയാം? हेल्प ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. आपने मुझे मदद किया, बहुत बहुत धन्यवाद है. मैं आपकी ये उपकार कभी नहीं भूलूँगी. ഞാൻ നിങ്ങൾ ചെയ്ത ഉപകാരം ഒരിക്കലും മറക്കില്ല. आपकी ये उपकार मैं कभी नहीं भूलूँगी. आपका भगवान आपका भला करे. എന്താണ്, ദൈവം നിങ്ങൾക്ക് നല്ലത് വരട്ടെ.
വരുത്തട്ടെ. എങ്ങനെയാണ് പറയുക? ഭഗവാൻ ആപ്കാ ഭലാ കരേ, ഭഗവാൻ ആപ്കാ ഭലാ കരേ. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഫ്രേസസ് നമ്മൾ പഠിച്ചു വെച്ചാൽ അത്യാവശ്യം നമുക്ക് ഹെൽപ്പ് ചോദിക്കാനും, അതായത് നമ്മളൊരു സ്ഥലത്തിൻ്റെ അഡ്രസ്സ് കാണിച്ച് യേ പത്താ മാലൂം ഹൈ ഭയ്യ, ക്യാ ആപ് മുझे യേ പത്താ ബതാ സക്തേ ഹോ, പത്താ ബതാ സക്തേ ഹോ, മേരി മദത് കർ സക്തേ ഹോ. അങ്ങനെ നമുക്ക് മദത്, ആ ഹെൽപ്പ് എന്നുള്ള വേർഡ് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരാളോട് ഹെൽപ്പ് ചോദിക്കാൻ എളുപ്പമാണ്. ഓക്കെ, ഇന്നത്തെ സെക്ഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടി ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് നെക്സ്റ്റ് വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.